ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലയൻറ്റ് എന്നോട് ചോദിച്ചു, എൻ്റെ ഓഫീസിലെ പല കുട്ടികളും കോർട്ടിസോൾ ചെക്ക് ചെയ്യുന്നുണ്ട്, എന്തിനാണ് ഈ കോർട്ടിസോൾ ചെക്ക് ചെയ്യുന്നത്, എന്താണ് കോർട്ടിസോൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോർട്ടിസോൾ എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ അഡ്രിനൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ഹൈപ്പോതലാമസ് ഗ്ലാൻഡ്, ഈ 3 ഗ്ലാൻഡുകളുടെയും സഹായത്തോടു കൂടി നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രെസ് ഹോർമോൺ ആണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഇനി ഈ കോർട്ടിസോൾ എന്തിനാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വെയിറ്റ് മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ്, നമ്മളെ BP, ഷുഗർ റെഗുലേറ്റ് ചെയ്യുക, അതോടൊപ്പം മെറ്റബോളിസം, ഇതിനൊക്കെയാണ് കോർട്ടിസോൾ ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി മറ്റെല്ലാത്തിനെയും പോലെ തന്നെ കോർട്ടിസോളും നമ്മുടെ ശരീരത്തിൽ ഒരളവിൽ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. കോർട്ടിസോൾ കൂടിയാലുള്ളതെന്ന് വെച്ചാൽ, കോർട്ടിസോൾ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, ഒബിസിറ്റി ഉണ്ടാവും, ക്രാവിങ്സ് കൂടും നമുക്ക്, അതുപോലെ മസിലിൽ വീക്ക്നെസ് ഉണ്ടാവും, BP കൂടും, ഷുഗർ കൂടും. ഇതെല്ലാം കോർട്ടിസോൾ കൂടിയാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ കോർട്ടിസോൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ BP കുറയും, നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും, മസിൽ വീക്ക്നെസ് ഉണ്ടാവും, തലവേദന, അതോടൊപ്പം നോസിയ, വോമിറ്റിങ്, ഇതെല്ലാം കോർട്ടിസോൾ കുറഞ്ഞാലുള്ള പ്രശ്നങ്ങളാണ്. ഇനി ഈ കോർട്ടിസോളിനെ നമുക്ക് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള എക്സർസൈസ്, മെഡിറ്റേഷൻ, നല്ല ഉറക്കം, അതോടൊപ്പം നല്ല ഡയറ്റ് എന്ന് പറഞ്ഞാൽ omega-3 ഫാറ്റി ആസിഡ് ഉള്ള നല്ല ഭക്ഷണങ്ങൾ, അതായത് നമ്മളെ സാർഡൈൻ, മാക്കറൽ, സാൽമൺ പോലുള്ള ഫിഷ്, അതോടൊപ്പം ലീഫി വെജിറ്റബിൾസ്, യോഗർട്ട്, ബെറീസ്, ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് കോർട്ടിസോളിനെ റെഗുലേറ്റ് ചെയ്യാം. പിന്നെ കോർട്ടിസോൾ ഉള്ള ആളുകൾ മാക്സിമം കഫീൻ കണ്ടന്റ് ഉള്ള ഫുഡ് ഒഴിവാക്കുക, അതോടൊപ്പം ആൽക്കഹോൾ കൺസംഷൻ കൂടിയാലും കോർട്ടിസോൾ കൂടാൻ സാധ്യതയുണ്ട്. ഇനി ഈ കോർട്ടിസോൾ നമ്മളെ ശരീരത്തിലെ ഈ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതൽ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അബ്ഡമന്റെ ഏരിയ, അതുപോലെ നമ്മുടെ ഫേസ്, കഴുത്തിന്റെ ബാക്ക് വശം, ഈ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം കോർട്ടിസോൾ കൂടുതലുള്ള ആളുകളിൽ ഫാറ്റ് കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പൊ ഇത്രയാണ് കോർട്ടിസോളിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.